ഇമ്മളിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. നരകത്തിലൂടെ കടന്നു വേണം സ്വർഗത്തിലെത്താൻ. കാരണം റോഡ് അല്പം മോശമാണേ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ കാഴ്ചയ്ക്കൊരു സ്വർഗം തന്നെയാണ് ഇവിടം. ഒരാൾക്ക് 50 ഉറുപ്പ്യ ടിക്കറ്റ് എടുത്താണ് എൻട്രി. കയറുമ്പോൾ തന്നെ ഒരു തടാകവും ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ മത്സ്യം വളർത്തുന്നുണ്ട്. മത്സ്യം ചൂണ്ടയിട്ട് പിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടുത്തെ മെയിൻ. പക്ഷെ ചൂണ്ടയിട്ട് പിടിച്ചു കഴിഞ്ഞ മത്സ്യം നമ്മൾ വില കൊടുത്ത് വാങ്ങണം. ദാ ഇങ്ങനെ മത്സ്യം ചൂണ്ടയിട്ട് പിടിക്കാനുള്ള പോയിന്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില ചേട്ടന്മാരൊക്കെ ഫിഷിംഗ് ചെയ്യുന്നത് നമുക്ക് കാണാം. നല്ല അടിപൊളിയായ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ബർത്ത്ഡേ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ ഒരു ഓപ്പൺ സ്റ്റേജും ഉണ്ട് കേട്ടോ ഇവിടെ. ഊഞ്ഞാലകൾ, സ്ലൈഡ്, ചെറിയ സീസോ പോലുള്ളവയൊക്കെ ഫ്രീ ആണ്. ഇമ്മക്കുട്ടി അങ്ങ് പൂണ്ട് വിളയാടുകയായിരുന്നു. മെക്കാനൈസ്ഡ് ആയ കളിയിടങ്ങൾക്ക് നോമിനൽ ഫീസ് ഉണ്ട്. ബോട്ടിങ്ങും ഉണ്ട്. ഒരു മിനി സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ മനോഹാരിത ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കൾ, താറാക്കൂട്ടം, മുളങ്കാടുകളൊക്കെ സെറ്റാണ്. പിന്നെ പറയാൻ വിട്ടു, ചെറിയൊരു ബേർഡ് സാങ്ച്വറിയും ഇവിടെയുണ്ട്. കോട്ടയുടെ രൂപത്തിലുണ്ടാക്കിയ എൻട്രൻസിന്റെ അടുത്ത് പ്രൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ബത്തേരി വഴി വരുന്നവര് ഒന്ന് സ്വർഗത്തിലൂടെ കയറി നോക്കുന്നേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.